നമസ്കാരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രകോപനപരമായ പ്രതികരണ വീഡിയോ വലിയ വിവാദമായതോടെ മലയാളി വ്ലോഗർ മുഹമ്മദ് അനസ് പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും രക്ഷയില്ല. OK അനാഷ് എന്ന മുഹമ്മദ് അനസിനെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തു. ഡൽഹിയിൽ പോയി പോലീസുകാരെ ആക്രമിക്കണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ. ഇതിലാണ് ഫറോക്ക് പോലീസ് കേസെടുത്തത്. നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ പോലെ ഇന്ത്യയിലും ഭരണഘടന കത്തിക്കണമെന്നും പാർലമെന്റ് കത്തിക്കാനുള്ള അവസരമാണിതെന്നും അടക്കം പ്രചരിപ്പിച്ചുവെന്നും FIRൽ പറയുന്നു. BJP പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് നടപടി. വൈറലായതിനു പിന്നാലെ മുഹമ്മദ് അനസ് വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു. ക്ഷമാപണം നടത്തിയുള്ള വീഡിയോയും ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ പോലീസുകാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ വീഡിയോ. പ്രക്ഷോഭത്തിൽ പോലീസുകാരെ തല്ലുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഹരം തോന്നിയെന്നും കഴിവുള്ളവർ അവിടെ പോയി പങ്കെടുക്കണമെന്നും അനസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. പ്രക്ഷോഭത്തിനിറങ്ങുന്ന യുവാക്കൾ ഭരണഘടന, പാർലമെന്റ്, ഹൈക്കോടതി എന്നിവ പോലും കത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ഇയാൾ പറഞ്ഞിരുന്നു. തനിക്ക് പരിക്കേറ്റതിനാലാണ് നേരിട്ട് പങ്കാളിയാകാത്തതെന്നും ഇല്ലെങ്കിൽ ഡൽഹിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമായിരുന്നുവെന്നും ഇയാൾ വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. വീഡിയോ പ്രചരിച്ചതോടെ അനസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ അപമാനിക്കുന്നതും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതുമാണ് വീഡിയോയിലെ ഉള്ളടക്കമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ആളുകൾ രംഗത്തെത്തി. അനസിനെതിരെ ഡൽഹി പോലീസിൽ പരാതി നൽകാനും നിയമ നടപടികളിലേക്ക് കടക്കാനും സോഷ്യൽ മീഡിയയിൽ നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിനു പിന്നാലെ അനസിനെതിരെ ഡൽഹി പോലീസിൽ പരാതി നൽകാനും നിയമ നടപടികളിലേക്ക് കടക്കാനും നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിനു പുറമെ അനസിനെ രാജ്യദ്രോഹി, തീവ്രവാദി, സുഡാപ്പി എന്ന മുദ്രകുത്തി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ഉണ്ടായി. ആയിരക്കണക്കിന് ഭീഷണി കോളുകളും സന്ദേശങ്ങളും തനിക്ക് ലഭിച്ചതായും അനസ് വെളിപ്പെടുത്തി. വീഡിയോ അപ്ലോഡ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ ലീഗൽ അഡ്വൈസറുടെ മുന്നറിയിപ്പിനെ തുടർന്ന് അനസ് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ പലരും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. പ്രശ്നം രൂക്ഷമായതോടെ മാപ്പപേക്ഷയുമായി അനസ് പുതിയ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു. ഒരു ആവേശത്തിൽ സംഭവിച്ചുപോയ വലിയൊരു തെറ്റാണെന്നും എന്താണ് സംസാരിച്ചതെന്നപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നില്ലെന്നും ഇയാൾ പറഞ്ഞു. ഞാൻ സാധാരണയായി വ്ലോഗുകളും ഇൻസ്റ്റാഗ്രാം റിയാക്ഷനുകളും മാത്രം ചെയ്യുന്ന ആളാണ്. മതപരമോ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. നമ്മൾ മലയാളികളിലെ പറ്റിപ്പോയ തെറ്റിന് എന്നോട് ക്ഷമിച്ചൂടെ എന്ന് അനസ് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണി കോളുകളും ആരോപണങ്ങളും തന്നെ മാനസികമായി തകർത്തുവെന്നും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയെന്നും ഇയാൾ പറയുന്നു. ഇനി ഭാവിയിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളിലോ ഇത്തരം വിവാദപരമായ കാര്യങ്ങളിലോ യാതൊരു വീഡിയോയും ചെയ്യില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇയാൾ തൻ്റെ മാപ്പപേക്ഷ അവസാനിപ്പിച്ചത്. മുഹമ്മദ് അനസിൻ്റെ വിവാദ വീഡിയോയിൽ പറഞ്ഞിരുന്ന വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് കണ്ടോ നിങ്ങൾ? പോലീസുകാരെ ഇങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇത് ഭയങ്കര ഹരമാണിടാ. കഴിവുള്ളവർ പോയി പങ്കെടുക്കുക. കാരണം കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ നേപ്പാളിൽ എത്ര പോലീസുകാരുടെ തല എറിഞ്ഞ് പൊട്ടിച്ച കൈയാണെന്നറിയോ ഇത്? എറിയുക തന്നെ നിങ്ങൾ കണ്ടില്ലേ? എന്ത് ഹരമാണെന്നറിയോ? പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുമല്ലോ. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ, കേരളത്തിൽ നിന്നാണ്. അപ്പോഴാണ് വള്ളി വന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഉണ്ടടാ. കുറേ ആൾക്കാരാകുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് നല്ല കൊതിയുണ്ട് ഡൽഹിക്ക് പോകാൻ. പക്ഷേ ഞാൻ എന്താ പോകാത്തതെന്നറിയാമോ? ഒരാഴ്ച മുമ്പ് ഞാൻ നാട്ടിലെ പുറത്ത് ടെർഫിൽ കളിച്ചിട്ട് വീണു. അവിടെ എല്ല് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അഥവാ ഞാൻ സേഫായിട്ട് നിൽക്കുകയുള്ളൂ. അഥവാ ആരെങ്കിലും എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞു അടിച്ചാലോ? പിന്നെ നിശ്ചയം എടുക്കാൻ കഴിയില്ലേ മച്ചു, അതുകൊണ്ടാണ്. അല്ലെങ്കിലൊക്കെ നമ്മൾ എപ്പോൾ എവിടെ തിരിയും? കയ്യിലുള്ളതൊക്കെ പോകട്ടെടാ. ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ, ഹിസ്റ്ററിക്കലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നേപ്പാൾ, അതിനു മുമ്പത്തെ കൊല്ലം ശ്രീലങ്ക, അതിനു മുമ്പത്തെ കൊല്ലം ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കോടാ? അല്ല, പഞ്ചാബികളുടെ കഥ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ബീഹാറികളും കൂടി വന്നാൽ കണക്കായി. ബീഹാറികൾ വന്നാലെല്ലാം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ. മറ്റേ കൊലക്കാരന്മാർ അടിച്ചിട്ടിട്ട് ഓരോരുത്തുള്ള പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിൻ്റെ വാലെ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ടാവും പോലീസുകാരെ പിടിച്ചുകൊണ്ട്. എന്ത് രസമാണ്. ഫസ്റ്റ് ദിവസം ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നത് കണ്ടിട്ട് ആകെ ചോരി ഒലിപ്പിച്ചിട്ട് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചടിക്കാൻ തുടങ്ങിയില്ലേ? ആ പഞ്ചാബികളുടെ അടുത്തൊക്കെ നല്ല ഡബിൾ ബാരൽ സാധനം ഉണ്ടാകും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടിക്ക. എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ കുറേ റീൽസ് കണ്ടുറങ്ങി. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്വപ്നം കാണുന്നില്ലേ? ഉറക്കത്തിൻ്റെ മുമ്പ് നമ്മൾ എന്താണോ കുറേ ആലോചിച്ചത് അതാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയാണ് ഉറക്കത്തിൽ കാണുന്നത്? ഞാനും പിന്നെ എൻ്റെ ചങ്ങാതി ഇച്ചൂസും ബ്ലത്തഫും കൂടി, ഞങ്ങൾ 3 ആളും കൂടി ഒരു PNG 8 ഒക്കെ പോയിട്ട് പാർലമെൻറ്റ് പൊട്ടിക്കുന്നതാണ്. അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഡെമോക്രസിയുടെ ആ ബുക്ക്, പാർലമെൻറ്റ്, ഹൈക്കോടതി ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? ഈ ജെൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓല് കുട്ടികളെ, മക്കളെയൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനാണ്? ഇങ്ങനെ പോകുന്നു ഇയാളുടെ വീഡിയോയിലെ വിവാദ സംഭാഷണങ്ങൾ.